ഹലോ ഗൈസ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇവ: ക്യാരറ്റ്, പൊട്ടാറ്റോ, ഉള്ളി, കരിയാപ്പില, വെളുത്തുള്ളി, പച്ചമുളക്. ഇത്രയുമാണ് അതിനാവശ്യമായ സാധനങ്ങൾ. ഇതല്ലെങ്കിൽ അതിലേക്ക് തക്കാളിയും ബീൻസ് പയറും അങ്ങനെയുള്ള വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഇടാനായിട്ട് 1/4 കിലോ ഗ്രീൻ പീസാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് തലേ ദിവസമായി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. എന്നാൽ മാത്രമേ അത് കുതിർന്ന് കിട്ടുകയുള്ളൂ. രാവിലത്തെ ആവശ്യത്തിന് വേണ്ടി തലേദിവസം വൈകിട്ട് വെള്ളത്തിലിട്ടാൽ മതി. ഇത് നന്നായി കുതിർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഒരു കുക്കറിലിട്ട് വേണം വേവിക്കാനായിട്ട്. കുക്കറിലേക്ക് ഞാൻ ഈ കുതിർന്ന് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ക്യാരറ്റ് 3 ക്യാരറ്റാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ചെറിയ പീസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അത് അതിലേക്കിട്ടു. പൊട്ടാറ്റോ മുഴുത്തൊരു പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അതും അതുപോലെ തന്നെ ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നു. അതിലേക്ക് ഉള്ളി ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയാണെങ്കിലും മതി. ഒരു ചെറിയ സവാള ചെറിയതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. 3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിയാപ്പില. ഇത്രയും ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ടതിന് ശേഷം കുക്കറിലേക്ക് വയ്ക്കുക. ഒരു 3 വിസിലടിച്ച് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഒത്തിരി വേവിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ആവശ്യത്തിന് ഉള്ള വേവ് മതി. ഒത്തിരി വെന്ത് കഴിയുമ്പോഴത്തേനും ഇത് തണുത്ത് കഴിയുമ്പം ഒത്തിരി അങ്ങ് തിക്കായിട്ട് പോവും. അതുകൊണ്ട് 3 വിസിലടിച്ചാൽ മതി. അതിലേക്ക് ഇടാനായിട്ട് അരപ്പിന് ആവശ്യമായത് അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, അതിലേക്ക് ഒരു ഏലക്ക, 3-4 കറുവപ്പട്ട എന്നിവ ചേർത്ത് അരയ്ക്കുക. അതിലേക്ക് ഇടാനായിട്ട് ഒരു 8-10 കശുവണ്ടി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നന്നായി മിക്സിയുടെ ജാറിലിട്ട് നെയ്യ് പോലെ അരച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമേ കുക്കറിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന ഈ ഗ്രീൻ പീസിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ഒഴിച്ചു കൊടുക്കാം. ഇത് ഒത്തിരി ചാറായി എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് തണുക്കും തോറും കുറുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഒത്തിരി കുറുക്കി എടുത്ത് കഴിയുമ്പോഴേക്കും ഇത് തണുത്ത് കഴിയുമ്പം കൂടുതൽ കുറുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു ശകലം ലൂസായിട്ട് വേണം എടുക്കാനായിട്ട്. തണുത്ത് കഴിയുമ്പം ആവശ്യത്തിനുള്ള കുറുക്കലേ വരുള്ളൂ. അപ്പോൾ ഈ കറി ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നാളെ മറ്റൊരു റെസിപ്പിയുമായി വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.